Good morning, all of you. Let's start the class. Okay. How are you all? Fine. Fine. Okay, good. Good morning, sir. Good morning. So, in the last class, we saw or we have been discussing about Miss Rottenmeier has a hard day. Yes or no? Miss Rottenmeier has a hard day. Now, you see, just I think that 17th paragraph is completed. So, that the last two paragraphs once again I read, you also go through that. Heidi dressed quickly and went to the dining room. There Clara greeted her with a friendly smile. Clara greeted her with a friendly smile. After breakfast, Miss Rottenmeier told Heidi to go to the library with Clara and wait for the tutor. When the tutor arrived, the two girls started studying. Miss Rottenmeier soon heard a violent crash, followed by shouts. She rushed to the library, then stood horrified. The table was overturned in the middle of the floor. A stream of ink trickled slowly across the room. He was nowhere to be seen. What has happened? Cried Miss Rottenmeier. Everything is covered with the ink. It must be heavy. നമുക്കറിയാം റൂമിൽ അവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുക അവിടെ ഇങ്കും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ആരായിരിക്കും എന്നാ പറയുന്നത് അത് ഹെയ്തി ആയിരിക്കും മിസ് റോട്ട്മേർ ചോദിച്ചു വാട്ട് ഹാപ്പൻ ഹു ഹാസ് ഡൺ ദിസ് ഓൾ ഇതെല്ലാം ആരാണ് ചെയ്തത് അപ്പൊ ക്ലാര പറഞ്ഞു ഇറ്റ് മസ്റ്റ് ബി ഹെയ്തി ആയിരിക്കും ഇത് മുഴുവൻ ചെയ്തത് ഹെയ്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മള് കണ്ടതല്ലേ നല്ല ലൈവ്ലി ഗേൾ ആണ് ആക്റ്റീവ് ഗേൾ ടു ബി ആക്റ്റീവ് ഈസ് വെരി ഗുഡ് നമ്മൾ എന്ത് ചെയ്യണം നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം അല്ലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം അപ്പൊ ഇവിടെ ഹെയ്തി അങ്ങനത്തെ ഒരു ഭയങ്കര ആക്റ്റീവ് ഗേളാണ് അപ്പം ഹെയ്തി ആയിരിക്കും ഇത് മുഴുവൻ ചെയ്തത് എന്ന് മിസ് റോട്ടൻമേയറിനോട് ആര് പറയുക ക്ലാര ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പേജ് നെക്സ്റ്റ് പേജ് എടുത്തോ മുഹമ്മദ് റിഹാൻ ആണോ അവിടെ വീഡിയോ കാണുന്നില്ലല്ലോ എന്ത് പറ്റി മുഹമ്മദ് റിഹാൻ can you hear me Yes, ma'am. okay so why don't you switch on your video on ആക്കത്തില്ലേ okay so everybody ഇത് നമുക്കറിയാം ഇത് ഈ ക്ലാസിന്റെ ഇടയ്ക്ക് ആരും ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഒന്നും വിടണ്ട ജസ്റ്റ് ക്ലാസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ദിവസമൊക്കെ കുറെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു unnecessary messages no need okay now the tutor was gazing page number 18 ആണ് എല്ലാവരും എടുത്തോ so get ready page number 18 at the top the tutor was gazing helplessly at the ruins Clara who was secretly enjoying herself said yes it was Heidi but she didn't mean to do it she must not be punished. She was in such a hurry to look at the street that she caught the tablecloth and pulled everything down. So the tutor was gazing helplessly at the ruins. Who is the tutor here? I am a tutor. Maybe training കൊടുക്കുന്ന ആളാണ് tutor. Who is here that Miss Rottenmeier. Miss Rottenmeier ആണ് she was gazing. What's gazing? ആർക്കെങ്കിലും പറയാമല്ലോ gazing എന്ന വാക്കിന്റെ അർത്ഥം എന്താ What's the meaning of gazing?
സ്റ്റെയർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ തുറിച്ചു നോക്കുന്നതിനെയാണ് ഗെയ്സിങ് എന്ന് പറയുന്നത്. ഒരിടത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗെയ്സിങ്. ഓക്കെ, to look fixedly at a place is what is called, or at something is what is called gazing. So gazing helplessly at the ruins. എവിടെ? റൂയിൻസിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. വാട്ട് ഇസ് റൂയിൻ? റൂയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. സോ ബി റെഡി. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ വളരെ ആക്റ്റീവായിട്ട് ഹെയ്ദിയെ പോലെ നല്ല ആക്റ്റീവായിട്ടിരിക്കണം. ഓക്കെ, മുഹമ്മദ് കെ, ഷാഹിദ്, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. കാണണം, കണ്ടോണ്ട് ക്ലാസ് എടുക്കണം. വാട്ട് യു ആർ ഡൂയിങ് ദർ ഐ ഡോണ്ട് നോ. നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് മാത്രം ഇരുന്നാൽ മതി. നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് വീഡിയോ ഓഫ് ആക്കണ്ട. സോ ഹിയർ ഹെൽപ്ലെസ്ലി അറ്റ് ദ റൂയിൻസ്. റൂയിൻസ് മീൻസ് നാശനഷ്ടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. നാശനഷ്ടങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നത്, അത് നാശനഷ്ടത്തിന് നമ്മൾ എന്ത് പറയും? റൂയിൻസ് എന്നാണ് പറയുക. ഓക്കെ, അവശിഷ്ടം എന്നൊക്കെ വേണേ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ അറ്റ് ദ റൂയിൻസ്, ഇവിടുത്തെ അവശിഷ്ടങ്ങൾ എന്താ? മേശയിലുള്ള സാധനം എല്ലാം താഴെ കിടക്കുന്നു, മഷി അതിലെ വീട് കിടക്കുന്നു. അതെല്ലാമാണ് ഇവിടുത്തെ റൂയിൻസ്. She was gazing helplessly at the ruins. Clara, who was secretly enjoying herself. Clara ഭയങ്കര ഇങ്ങനെ എന്താ, അവർക്ക് ഹെയ്ദിയാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ട് മനസ്സില്, ക്ലാരയ്ക്ക്. ഓക്കെ, എന്നിട്ട് പറയാണ് secretly enjoying herself said, yes, it was Heidi, but she didn't mean to do it. ഹെയ്ദിയാണ് ഇത് മുഴുവൻ ചെയ്തത്, പക്ഷെ ചെയ്യണമെന്ന് വേണമെന്ന് വെച്ച് നമ്മൾ പറയാലേ, മലയാളത്തിലൊക്കെ നമ്മൾ പറയാലേ, വേണമെന്ന് വച്ച് ചെയ്തതല്ല എന്ന് പറയില്ലേ, അതാണെന്ത് ഈ പറയുന്ന she didn't mean to do it. She must not be punished. അവർക്ക് പണിഷ്മെന്റ് ഒന്നും കൊടുക്കരുത്. She was in such a hurry to look at the street that she caught the tablecloth and pulled everything down. അവൾ പെട്ടെന്ന് ഈ പറയുന്ന ടേബിൾ ക്ലോത്ത് എന്തോ നോക്കാൻ വേണ്ടിട്ട് ഓടിപ്പോയി പെട്ടെന്ന് ആ സ്ട്രീറ്റിലേക്ക് നോക്കിയതാണ്. അപ്പൊ ആ ടേബിൾ ക്ലോത്തിലാണ് പിടിച്ചത്. ടേബിൾ ക്ലോത്ത് ഇങ്ങനെ വലിച്ചപ്പം എന്ത് സംഭവിച്ചതാ? എല്ലാം കൂടെ വീണ് പോയതാ. Who said this? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ക്ലാര. Good. ക്ലാര പറഞ്ഞു. Miss Rottenmeier, into the next paragraph. Miss Rottenmeier found Heidi standing at the door, looking up and down the street. How dare you run away from your lessons like this? Demanded Miss Rottenmeier. Miss Rottenmeier എന്താണ് പറഞ്ഞത്? How dare you? Miss Rottenmeier found Heidi standing at the door, looking looking up and down the street. What was Heidi doing? Heidi എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഗ്രേസ്, ഹെയ്ദി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഗ്രേസ് കേൾക്കുന്നില്ലേ? എന്നാ ഷിസ ഫാത്തിമ പറഞ്ഞ. ഷിസ, ഷഹബാസ്, ഹെയ്ദി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ റോട്ടൻമയർ നോക്കുമ്പോ ഹെയ്ദി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആർക്കും പറയാൻ പറ്റില്ല. എനിബഡി, ക്യാൻ എനിബഡി സേ? ജോസി സേ. ഹെയ്ദി വാതിലെടുത്ത് ചെന്ന് മുകളിലും താഴെയൊക്കെ നോക്കി സ്ട്രീറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഹെയ്ദി ജനലിന്റെ അടുത്ത് നിന്ന് അല്ലെ വാതിലിന്റെ അടുത്ത് താഴേക്ക് നോക്കി, താഴേക്ക് മുകളിലേക്ക് സ്ട്രീറ്റിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ എല്ലാവരും റെഡി ആയിരിക്കണം. മലയാളത്തിലും
ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. സോ യു മസ്റ്റ് ബി അലേർട്ട്. കൃത്യമായിട്ട് അലേർട്ട് ആയിട്ടിരുന്നോണം. So that's it. Miss Rottenmeier found Heidi standing at the door. A door, okay, looking up and down the street. How dare you run away from your lessons like this? Demanded Miss Rottenmeier. Rottenmeier ചോദിച്ചു, how dare you run away like this? ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? Demanded Miss Rottenmeier. Asked Miss Rottenmeier. I heard the pine trees rustling, said Heidi. What did Heidi say? What did Heidi say? Heidi എന്താണ് പറഞ്ഞത്? അതുൽ KV. Heidi എന്താണ് പറഞ്ഞത്? What did Heidi say? കേൾക്കുന്നില്ല. ലക്ഷ്മി പ്രിയ, can you say? Or Sai Krishna? ഏതാ? കേൾക്കുന്നില്ലേ? പറഞ്ഞോ. ഹെയ്ദി എന്താണ് പറഞ്ഞത്? എന്ത് മറുപടിയാണ് ഹെയ്ദി പറഞ്ഞത്? What response did Heidi give? My She wants again, here is Josie, say. ഞാൻ പൈൻ ട്രീ ആടുന്നതിന്റെ ശബ്ദം കേട്ടു. വെരി ഗുഡ്. പൈൻ ട്രീസ് റഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഇലകൾ തമ്മിൽ കൂട്ടി മുട്ടുന്ന ഒച്ച, കാറ്റടിച്ച ചെറിയ ഇളകുന്ന ഒച്ച കേട്ടു. മരത്തിന്റെ ഇലകൾ ഇളകുന്ന ഒച്ച കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്, ഞാൻ അത് നോക്കി നിന്നത് എന്നാണ് ഹെയ്ദി പറഞ്ഞത്. ഇവിടെ ആകെ ആൻസർ ചെയ്യാൻ ഒരാളെ ഉള്ളൂ. ബാക്കി ആർക്കും മനസ്സിലാകുന്നില്ല. ബാക്കി ആരും എന്താ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത? Everyone must be alert, otherwise you will get some private punishments, maybe in the groups. In the class I don't say, but you will get privately what to do and what to say. Okay, now continue. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം. Now, pine trees, what are you talking about? Come and see the mischief you have done. Never let this happen again, scolded the angry shopkeeper. Pine trees നോക്കിയിരിക്കുകയായിരുന്നു. What are you talking about? നീ എന്താണ് പറയുന്നത്? What are you talking about? Come and see the mischief you have done. നീ ചെയ്തിരിക്കുന്ന കുസൃതി, കുരുത്തക്കേട് എന്താണെന്ന് വന്ന് നോക്ക്. Never let this happen again. Never let this happen again. Scolded the angry housekeeper. Angry housekeeper scolded again. ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത്. Never let this happen again. Okay, now lessons were out of the question for the rest of the day. In the afternoon, Clara had to rest for 2 hours, but Heidi wanted to see the pine trees, so she went to a tall tower. She climbed up, but there were only houses to be seen. As she came down, she saw a large grey cat in a basket. Heidi clapped her hands in delight, for the basket. For in the basket lay 8 very little kittens. She chose 2 of the kittens and put them in the pockets of her dress. She then hurried home. Okay, once again we see that same paragraph, very interesting paragraph. Watch everyone and listen everyone carefully. ചോദ്യങ്ങൾ വരും, be careful. Lessons were out of the questions for the rest of the day. In the afternoon, Clara had to rest for 2 hours. Afternoon, maybe after the lunch. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുള്ളവരൊന്ന് കൈപോക്കി ഒന്ന് തംസ് അപ്പ് ചെയ്തേ.
പറയുന്നത് സൗണ്ട് ക്ലിയർ അല്ലേ? അതുലിന് കേൾക്കുന്നില്ല? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, റെഡി ആവുമായിരിക്കും, നോക്കിയോ കേട്ടോ. ബി കെയർഫുൾ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോക്കാം. സോ lessons were out of the day of questions for the rest of the day. In the afternoon, after the lunch, Clara had to rest for 2 hours. But Heidi wanted to see the pine tree, so she went to a tall tower. ക്ലാരയ്ക്ക് എന്ത് ചെയ്യണം? 2 hours റെസ്റ്റ് എടുക്കണം. പക്ഷെ ഹെയ്ദിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. അവർക്ക് എങ്ങനെയേലും എവിടെ ചെന്നാൽ മതി? ആ പൈൻ ട്രീസിനെ ഒന്നോടെ കാണണം. സോ she went to a tall tower. പല ടവറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? So we have seen many towers. Maybe phone towers കണ്ടിട്ടില്ല എല്ലാവരും? ഫോണിന്റെ ഒക്കെ ടവേഴ്സ്, പല പല ടവറുകൾ കണ്ടിട്ടില്ലേ? ഓക്കെ, many are have seen. So you have seen that. ഇവിടെ ടവർ എന്ന് പറയുന്ന ഒരു ഗോപുരം എന്നുള്ളതും വരും. So ഇവിടെ she chose that. She climbed up, but there were only houses to be seen. അവളെ കയറി നോക്കി, പക്ഷെ ആകെ ഹൗസസ് മാത്രമേ ഉള്ളൂ. Not interesting. As she came down, she saw a large grey cat in a basket. How many of you have cats in your home? How many of you have cats in your home? So I do have one. What about you? Cat വീട്ടിലുള്ള ആരൊക്കെ ഉണ്ട്? ആകെ അതിലേ ഉള്ളൂ. ബാക്കി എഡ്വിനുണ്ട്. ഓക്കെ, എഡ്വിനുണ്ട്. കുറച്ച് പേര് ഓക്കെ, മേ ബി. എന്തായാലും നിങ്ങൾ ക്യാറ്റ്സിനെ കണ്ടിട്ടുണ്ടോ? ഡു യു ലൈക്ക് ക്യാറ്റ്സ്? നിങ്ങൾക്ക് ക്യാറ്റ്സിനെ ഇഷ്ടമാണോ? യാ, വി ഓൾ, ബിക്കോസ് വെരി ഫണ്ണി അനിമൽസ്. ഭയങ്കര തമാശയാ. Otherwise you don't like cats? No, okay. Oh, anyhow, that's up to our choice. Anyhow, I like them very much, and they are very funny to watch. കാണാൻ നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാണ്, ചെറിയ ക്യാറ്റുകളാണ്, പ്രത്യേകിച്ച് കിറ്റൻസ്. ഇതിലെ ഓടിച്ചാടി ഭയങ്കര കടിപിടിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. So here also, as she came down, she saw a large grey cat in a basket. Basket ഒരു large grey cat ഉണ്ട്. Heidi clapped her hands in delight. What is delight? What is delight? സന്തോഷം കൊണ്ട്, ഭയങ്കര happy, felt very happy, extremely happy. Delight for the basket. In the basket lay 8 furry little kittens. 8 kittens ഇങ്ങനെ ആ ബാസ്കറ്റിലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രോമമൊക്കെ ആയിട്ട്, നല്ല വാലൊക്കെ ആയിട്ട്, ബ്യൂട്ടിഫുൾ ടു സീ. So she chose 2 of the kittens and put them in the pockets of her dress. You can see that picture there. ആ പടം നോക്കിയാൽ കാണാം, 2 ബ്യൂട്ടിഫുൾ 8 ഉള്ളതിൽ 2 കിറ്റൻസിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് രണ്ടും എങ്ങോട്ടിട്ടു? കോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടു. കണ്ടോ, 2 തല പൊക്കി നോക്കുന്നേ. Okay, so she then hurried home. She then went to home very fast. Miss Rottenmeier caught her. With a stern expression, she began. To go out without permission is a piece of naughtiness and deserves punishment. Meow was the reply. Cat എങ്ങനെയാ reply ചെയ്യുന്നത്? How does a cat make sound or cry? Meow, meow. Meow, meow. Everyone knows. Okay. So here, Miss Rottenmeier caught her. Rottenmeier ഇങ്ങനെ അവൾ വന്നപ്പോൾ, നമ്മുടെ ഹെയ്ദി വന്നപ്പോൾ വിളിച്ചു. Rottenmeier വിളിച്ചു. എന്താ? With a stern expression, serious lookോടെ കൂടി, serious voice-ൽ she began. To go out without permission is a piece of naughtiness. Permission ഇല്ലാതെ പുറത്ത് പോയാൽ, നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം, ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെ സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ പെർമിഷൻ കൂടാതെ പുറത്ത് പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു നോട്ടിനെസ് ആണ്, ഒരു മിസ്ചീഫ് ആണ്, അല്ലെങ്കിൽ ഒരു കുസൃതിയാണ് എന്ന് പറഞ്ഞതുപോലെ. To go out without permission is a piece of naughtiness that deserves punishment. അതുകൊണ്ട് deserves, നിനക്ക് എന്താണേലും പണിഷ്മെന്റ് തരും. ആര് പറഞ്ഞു? Okay. Then
meow was the reply. അന്നേരെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആരാ റിപ്ലൈ ചെയ്തത്? ഹെയ്ദിയാണോ റിപ്ലൈ ചെയ്തത്? കിറ്റൻ. One of the kittens. Cat. One of the kittens replied. അതെങ്ങനെയാ റിപ്ലൈ ചെയ്തത്? meow. ശരിയായിരിക്കും. Okay. That was enough. Leave the room immediately. Shocked Miss Rottermeier. Meow. വേറെ അടുത്ത സൗണ്ട്. What do you mean by such rudeness? Cried Miss Rottermeier, red with anger. What is red with anger? അരിശം കൊണ്ട് ഇങ്ങനെ മുഖവും കണ്ണെല്ലാം ചുമന്ന് വരുന്നതാണ് red with anger. Why do you think Miss Rottermeier became very angry? എന്തുകൊണ്ടായിരിക്കും മിസ് റോട്ടർമെയറിന് ഭയങ്കര അരിശം വരാൻ കാരണം? ഒന്ന് പുറത്തു പോയത്, അത് പിന്നെ പോട്ടെ, അവള് പെർമിഷൻ ഇല്ലാതെ പുറത്ത് പോയിട്ട് വന്നു, അതൊക്കെ. പക്ഷെ വന്നപ്പോ രണ്ട് കിറ്റൻസ് ഇരിക്കുക. ഈ മിസ് ചോദിക്കുന്നതിന് മുഴുവൻ ഉത്തരം പറയുന്നത് ആരാ? കിറ്റൻസ് ആണ്. അവരവിടെ പോക്കറ്റ് ചെയ്തോ ചെയ്തു. അതാണ് അരിശം വരാൻ കാരണം. സോ ഉടനെ ഫസ്റ്റ് ഒരു മിയാവും ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഒരു മിയാവും കൂടി വന്നു. വീണ്ടും ഇതേ ഷീസ് റെഡ് വിത്ത് ആങ്കർ. ദാറ്റ് ടൈം അഗൈൻ മിയാവ് മിയാവ് രണ്ടെണ്ണം അടുപ്പിച്ച്. സോ ഇറ്റ്സ് വെരി ഫണ്ണി. നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭയങ്കര രസമായിരിക്കും. രണ്ട് പൂച്ചക്കുഞ്ഞ്, നിങ്ങളാണ് ആ ടീച്ചർ എങ്കിൽ ടീച്ചർ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് കൊച്ചിന്റെ പോക്കറ്റിൽ രണ്ട് പൂച്ചകൾ. അതിൽ ഓരോന്നും നമുക്കറിയാലോ, പൂച്ചകൾ എന്താ കാണിച്ചാലും ചുമ്മാ ഇരിക്കുകയില്ല, അതുങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ആ സൗണ്ട് കേട്ടോണ്ട് നല്ല അരിശം വരും. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. Heidi wanted to explain and say it is not me, it is the kittens. ഈ പോക്കറ്റിൽ ഇരിക്കുന്ന കിറ്റൻസ് പോക്കറ്റിന്റെ അകത്താണ് ഉള്ളത്. ശരിക്കും ഈ പുറത്തേക്ക് കാണത്തില്ല, നമ്മളെ പടത്തിൽ കാണുന്നത് പോലെ കാണുന്നില്ല. ഈ റോട്ടർമേൽ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ശരിക്കും ഈ മ്യാവ് മ്യാവ് എന്ന് വെച്ചത് പൂച്ചകളാണ്. പക്ഷെ റോട്ടർമേർ എന്താ വിചാരിച്ചത്? ഹെയ്ദി അത് ഇങ്ങനെ മ്യാവ് മ്യാവ്, ഹെയ്ദിയാണ് ഇത് മ്യാവ് മ്യാവ് വെച്ചതെന്നാണ് ടീച്ചർ ഓർത്തത്. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചറിന് ഭയങ്കര അരിശം വന്നത്. സോ Heidi wanted to explain and say it is not me, it's the kitten. Kitten ആണ് ഇത് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്, ഞാനല്ല എന്ന് പറയണമെന്ന് ഓർത്തു. She brought out the kittens from the pocket. അന്നേരെ ഈ രണ്ട് കിറ്റനെയും പോക്കറ്റിൽ നിങ്ങൾ തൂക്കി പിടിച്ചു എടുത്തു. ആരെടുത്തു? Who took? Heidi. Okay, then what kittens? Shrieked Miss Rottermeier. Shrieked. ഇങ്ങനെ ശബ്ദം വരച്ചുകൊണ്ട് പറഞ്ഞു. Shrieked. അരിശം വന്നിട്ട്. To the poor woman there was nothing more frightening than a cat. Are you afraid of a cat? നിങ്ങൾക്ക് പൂച്ചേനെ പേടിയാണോ? പൂച്ചകളെ പേടിയുണ്ടോ? No. Okay. If you are afraid of cat, keep it like this. If you are not afraid, keep it like this. Not many of you, most of us, yeah, we are not afraid of cats. Maybe we are afraid of dogs, snakes, tigers, elephants. Yeah, that we are afraid of. പക്ഷെ പൂച്ചേനെ പേടിയുള്ള ആരാ ഉള്ള? വളരെ കുറവാണ് ഇവിടെ. പക്ഷെ നേരെ തിരിച്ചാ, പിള്ളേർക്ക് പേടിയില്ല, പക്ഷെ ടീച്ചറിന് പേടിയാണ്. മിസ് റോട്ടർമേർ ഈസ് അഫ്രൈഡ് ഓഫ് ക്യാറ്റ്. ടീച്ചറിന് ഭയങ്കര പേടിയാ പൂച്ചനെ കാണുന്നത്. So to the poor woman there was nothing more frightening than a cat. ഒരു പൂച്ചയെ കാണുന്നത് പോലെ പേടി തോന്നുന്ന വേറൊരു കാര്യമില്ല. പ്രേതത്തിനെ പോലും ടീച്ചർ ഈ വുമണ് അല്ലെങ്കിൽ ഈ മിസ് റോട്ടർമേറിന് പേടിയില്ല. പ്രേതത്തിനെ പോലും പേടിയില്ല, പക്ഷേ പൂച്ചനെ പേടിയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? No. Okay. So she stamped out of the room, having had enough for one day. ഒരു ദിവസത്തേക്കുള്ളത് മുഴുവനായി. അതുകൊണ്ട് ചവിട്ടി കുലുക്കി ഇറങ്ങി ഓടി. ആര്? റൂമിൽ നിന്ന് ഇറങ്ങി ഓടി ടീച്ചർ റോട്ടർമേർ. To her, kittens were a source of joy. Heidi was left standing surprised. ഹെയ്ദിക്കൊന്നും മനസ്സിലായില്ല. ഹെയ്ദി ഇങ്ങനെ ആലോചിക്കുക, രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടതുപോലെ ടീച്ചർ എന്തിനാ ഓടിപ്പോയത്? അവക്കൊന്നും മനസ്സിലായില്ല. ബട്ട് ടു ഹർ kittens were a source of joy. പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്.
She could not understand how anyone could be scared of such timid little creatures. ഇത്രയും ചെറിയ പൂച്ചകളെ ആർക്കാണ് പേടി, എങ്ങനെയാണ് പേടിയാകുക എന്ന് നമ്മുടെ ഹെയ്ദിക്ക് മനസ്സിലായില്ല. ആർക്കാ പേടി തോന്നിയത്? ഷഹാന, ആർക്കാ പേടി തോന്നിയത്? അതെ, റോഷൻ മേയറിനാണ് പേടി തോന്നിയത്. അതെ, റോഷൻ മേയറിനാണ് പേടി തോന്നിയത്. ഇവിടെ നമ്മുടെ ലെസന്റെ ടൈറ്റിൽ എന്താ, ലെസന്റെ ഹെഡിങ് എന്താ? മിസ് റോട്ടൻ മേയർ ഹാസ് എ ഹാർഡ് ഡേ. ഇതാ, അതാണ് റോട്ടൻ മേയറിന് ഹാർഡ് ഡേ ആകാൻ കാരണം. ഹാർഡ് ഡേ, റോട്ടൻ മേയറിന് ഈ പേടി തോന്നാൻ, ഹാർഡ് ഡേ വരാൻ കാരണം അതാണ്. ഓക്കെ, ദാറ്റ്സ് അവർ ലെസൺ നൗ. Before explaining something more, I want you to give me the attendance. I will call out your names. You have to unmute and say present sir or yes sir. Abel Binoy is Adityan Sunil Kumar, no, at my opinion. Angel MV. Angel. Present, sir. Okay. Adul Kevi. Atul, came on, man. There is. Okay. Grace K. Present, sir. Okay. Hannah Ross. Absent. Josie Joseph. Present, sir. Okay. Lakshmi Priya. Present, sir. Okay. Muhammad K. Present, sir. Okay. Muhammad Shahbaz. Present, sir. Okay. Muhammad Shahid. Muhammad Shahid ഇല്ലേ? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ കാണുന്നില്ല. ആദ്യം വന്നായിരുന്നു അല്ലേ? ഓക്കെ. മുഹമ്മദ് റിഹാൻ. Present, sir. ഓക്കെ. മുഹമ്മദ് വൈസ്. Present, sir. ഓക്കെ. നയന ഷൈജു. ആബ്സെന്റ്. ആബ്സെന്റ്. ഈ നയന ഷൈജു എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാറില്ലാത്തതാണോ? അന്ന് രണ്ടും വന്നില്ല. അതെയോ? ഓക്കെ. ഷഹാന ഷെറിൻ. Present, sir. ഓക്കെ. ഷിസ ഫാത്തിമ. ഷിസ ഫാത്തിമ. Present, sir. Present. Okay. Edwin Thomas. Edwin Thomas. Yes. Edwin Thomas. Present, sir. Okay. Sai Krishna. Present, sir. Okay. Good. ഇനി എനിക്കൊരു ഒന്ന് രണ്ട്, നമ്മുടെ സമയം തീരാറായി, പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ലെസന്റെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പേജില് 19th പേജിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്, ന്യൂ വേർഡ്സ് കണ്ടോ? ആ ന്യൂ വേർഡ്സ് നമ്മുടെ ന്യൂ വേർഡ്സ് എന്ത് ചെയ്യണം? നിങ്ങള് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതണം. ടേക്ക് എ ന്യൂ ലെസൺ, ഒരു പുതിയ പേജ് എടുക്കണം. പുതിയ പേജ് എടുത്തിട്ട് അതില് ഈ ലെസൺ മിസ് റോഷൻ മേയർ ഹാസ് എ ഹാർഡ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ ന്യൂ വേർഡ്സ് എഴുതി അടുത്ത ക്ലാസ്സിന് മുമ്പ് എനിക്ക് അയച്ചു തരണം. ഓക്കെ? അതൊന്ന് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുള്ളൂ, ക്ലാസ് കണ്ടിന്യൂസ് ഉള്ളത് കൊണ്ട് ഒരുമിച്ച് ചെക്ക് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ അയക്കുന്ന സമയം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ അയക്കണം. അതൊന്ന്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിലേക്ക്, അതായത് 4 മണിയുടെ ക്ലാസ്സിലേക്ക് ആകെ 6 7 5 പേരൊക്കെ വരുന്നുള്ളൂ. ഈ വന്നിരിക്കുന്ന 14 പേര്, 14 ഒരാളിപ്പോ പോയി, ഓക്കെ, ഏതായാലും 14 പേരും ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിലും ഉണ്ടാവണം. ഒരു എക്സ്ക്യൂസും ഇല്ല. ഏതായാലും ല്ലേ, പിന്നെ യൂട്യൂബ് കാണാം എന്ന് വിചാരിക്കരുത്, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഉറപ്പായിട്ടും അതിന് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും, അതിന് ചാൻസ് തരരുത്. ഇത്രയും പേര് 4 മണിയുടെ ക്ലാസ്സിനും ഉണ്ടാകണം. കൂടുതലായാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ഓക്കെ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു attend the class. Very important. ഒരു എക്സ്ക്യൂസും ഇല്ല. Okay? Good. So let's wind up the class now.
ന്യൂ വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ടേ ആ മൂന്നാമത്തെ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് എഴുതിയിട്ട് അതില് സാറ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും തന്നിട്ടില്ല. 3-ന്റെയാ? പിന്നെ സാറ് എനിക്ക് രണ്ടാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല. കിട്ടിയില്ല, പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു. 3-ാമത്തെ പാഠത്തിന്റെ ആണല്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടത്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, രണ്ടാമത്തെ പാഠത്തിന്റെ ഇട്ടിട്ടാണ്. രണ്ടാമത്തെ നമുക്ക് ലാസ്റ്റ് എഴുതാം, അത് കുഴപ്പമില്ല. അത് നമുക്ക് സ്പേസ് വിടണ്ട, നമുക്ക് അടുത്ത ആയിട്ട് എഴുതാം. ഇപ്പൊ ഏതായാലും 4-ാമത്തെ തന്നെ എഴുതിക്കോ, 4-ന്റെ തന്നെ. ഓക്കെ, so it is time going to be completed and see you in the next class at 4 o'clock. Everyone should be there. Till then, take care and bye bye. സാറേ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ അത് ഞാൻ ഒന്നോടെ ഇട്ട് തരാം, നോക്കട്ടെ.